സുഹൃത്തുക്കളെ, എല്ലാവരും സുഖമാണെന്ന് കരുതട്ടെ. പുതിയൊരു വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ അപ്രതീക്ഷിതമായി പെട്ടെന്ന് മരണപ്പെടുമ്പോൾ, അതുമല്ലെങ്കിൽ നമുക്ക് രാവിലെ ജോലിക്ക് വേണ്ടി പോകാൻ ഇറങ്ങിയതാണ്, വഴിയിൽ വെച്ച് ഒരു ആക്സിഡൻറ്റ് പറ്റുമ്പോൾ 10-20 വർഷം ഒരുമിച്ച് ജീവിച്ച ജീവിത പങ്കാളിയുമായി പിരിയേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഒരുപാട് സ്വപ്നങ്ങളുമായി കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു ബിസിനസ് ചെയ്തു, ഒരു രൂപ പോലും തിരിച്ചെടുക്കാൻ കഴിയാതെ നഷ്ടങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നവർ. അതിലാദ്യമായി ഞാൻ പറഞ്ഞത്, നമ്മുടെ കുടുംബത്തിലെ ആകസ്മികമായ പെട്ടെന്നുണ്ടായ ഒരു മരണം നമ്മെ വല്ലാതെ തളർത്തും. നമ്മുടെ അച്ഛനാകാം, നമ്മുടെ അമ്മയാകാം, നമ്മുടെ ജീവിത പങ്കാളിയാകാം, നാം ഏറെ സ്വപ്നം കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളാകാം. ഇത്തരമൊരു സാഹചര്യമെന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ 5 മിനിറ്റ് പോലും ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ആ 5 മിനിറ്റ് നമ്മുടെ കല്ലറയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മരണത്തിലേക്കോ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളുമാണ്. ഒരു ഘടികാരത്തിൻ്റെ സൂചിക കറങ്ങുന്നത് പോലെ നമ്മളൊക്കെയും ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകേണ്ടവരാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് മരണത്തെക്കുറിച്ചുള്ള ഭയപ്പാടല്ല, ജീവിക്കുന്ന കാലമത്രയും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ, ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കും. രണ്ടാമത്, 10-20 വർഷക്കാലം ഒരുമിച്ച് ജീവിച്ച ജീവിത പങ്കാളി നമ്മുടെ കാരണം കൊണ്ടല്ല വേർപിരിയേണ്ട ഒരു സാഹചര്യം വന്നാൽ പഴയതിനെക്കുറിച്ച് വായിക്കാതിരിക്കുക എന്നുള്ളതാണ്. പുതിയതിലേക്ക് കടക്കുക, പുതിയ ചിന്തകളിലേക്ക് കടക്കുക, പുതിയ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക. നമ്മുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിൽ തന്നെ ശരീരം അനങ്ങാതെ നിശ്ചലമാകുന്ന ഒരു രീതി നമ്മെ വല്ലാതെ മാനസികമായ സംഘർഷങ്ങളിലേക്കൊക്കെ പെടുത്തും. ഒന്ന് ശരീരവും മനസ്സുമൊക്കെ അനങ്ങുന്ന എന്തെങ്കിലും വായനകളും പ്രവർത്തികളും ഒക്കെ ആയിട്ടുള്ള ജോലികളിൽ ഏർപ്പെടുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടും. ഇന്ന് രാവിലെ ഞാൻ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ട്, നല്ല മഴയാണ്, നല്ല വിശപ്പുള്ള ഒരു സാധു മനുഷ്യൻ. അയാൾക്കൊരു പാഴ്സൽ വാങ്ങി അയാൾക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു മനഃശാന്തിയും മനസ്സമാധാനവുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില സ്വകാര്യ നന്മകൾ നമ്മുടെ മനസ്സിനെ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ വരുമ്പോഴേക്ക് നാം തളർന്നു പോയാൽ, ഇതൊരു ചെറിയ പ്രശ്നമാണ്, ഇതിൽ പോലും ഞാൻ തളർന്നു പോയാൽ വലിയ വലിയ അത്യാഹിതങ്ങൾ വരുമ്പോൾ ഞാൻ എങ്ങോട്ടേക്ക് പോകേണ്ടി വരും. പലതിനെയും നാം നിസ്സാരമായി കണ്ടുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും, സന്തോഷം എല്ലാവരും ആഗ്രഹിക്കുന്നത് നമുക്ക് സന്തോഷമുണ്ടാകണം. ദുഃഖം ആരും ആഗ്രഹിക്കുന്നില്ല, സങ്കടങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ സന്തോഷങ്ങളും സങ്കടങ്ങളും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. എന്നും സങ്കടങ്ങൾ മാത്രമല്ല, സങ്കടങ്ങൾക്കപ്പുറം സന്തോഷവും ആഹ്ലാദത്തിമർപ്പും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ള ശുഭപ്രതീക്ഷ നമുക്കെപ്പോഴും ഉണ്ടാകണം. പിന്നെ നാം മനസ്സിലാക്കേണ്ടത്, എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു നന്ദിയുള്ള, ഒരു താങ്ക്സ് ഉള്ള ഒരു മനസ്സ് നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ഒരു ആത്മീയ ആചാര്യൻ, ഒരു ആത്മീയ ഗുരുവും ഒരു ശിഷ്യനുമായിട്ട് യാത്ര പോകുമ്പോൾ കുറേ മനുഷ്യർ ഒരുമിച്ച് കൂടിയിരുന്ന് സംസാരിക്കുന്നു. കുഷ്ഠരോഗങ്ങൾ വന്ന് കൈകൾ മുറിഞ്ഞുപോയി, വിരലുകൾ മുറിഞ്ഞുപോയ ഒരു സഹോദരൻ. ആ കൂട്ടത്തിൽ അയാളെ ഉൾപ്പെടുത്തുന്നില്ല. അയാൾ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് അയാളുടെ മുന്നിൽ വരുന്ന ഈച്ചകളെ തട്ടി മാറ്റിക്കൊണ്ട് അയാൾ ഒറ്റയ്ക്ക് ഏകാന്തനായിരിക്കുമ്പോൾ ആ ആത്മീയ ഗുരുവിനോട് ആ ശിഷ്യൻ പറഞ്ഞു, എനിക്ക് ആ മനുഷ്യനെ കുട്ടിക്കാലം മുതൽക്കേ അറിയാം. ആ കുഷ്ഠരോഗം വന്ന് മുറിഞ്ഞ കൈകളുമായി എപ്പോഴും ഒരു ഒറ്റപ്പെടലാണ്. അപ്പോഴാണ് ആ ആത്മീയ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞത്, നീ ആ മുറിഞ്ഞ കരങ്ങളിലേക്ക് നീ ശ്രദ്ധിക്കുന്നില്ലേ? ആ മുറിഞ്ഞ കരങ്ങൾ കൊണ്ട് ഇപ്പോഴും ആ മനുഷ്യന് ഭക്ഷണം എടുത്തു വായിലേക്ക് വെച്ച് കഴിക്കാനുള്ള ഒരു അനുഗ്രഹം ഇപ്പോഴും ദൈവം കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായി, ഈ മനുഷ്യൻ, കുഷ്ഠരോഗം വന്ന ഈ മനുഷ്യൻ
അയാളുടെ പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിച്ചാൽ ഇപ്പോഴും അത് ശുദ്ധിയാക്കാനുള്ള കഴിവ് അയാളുടെ കരങ്ങൾക്കും അയാളുടെ വിരലുകൾക്കും ചലനശേഷി നഷ്ടപ്പെട്ടില്ല. അത് മറ്റൊരു അനുഗ്രഹമല്ലേ? പലപ്പോഴും നമ്മുടെ അനുഗ്രഹത്തെക്കുറിച്ച്, നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെക്കുറിച്ച് കുറഞ്ഞുപോയി എന്നൊരു ചിന്തയ്ക്കപ്പുറം എനിക്കൊരുപാട് അനുഗ്രഹങ്ങളുണ്ട് എന്ന നന്ദിയാണ്. 2000-3000 സ്ക്വയർ ഫീറ്റുള്ള വിശാലമായ വീട്, 1 കോടിയും 2 കോടിയും വിലപിടിപ്പുള്ള വാഹനങ്ങൾ വീടിൻ്റെ ഉമ്മറത്ത് നിരത്തിയിട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നില്ലാതാകുന്നു, മനസ്സമാധാനമാണ്, മനഃശാന്തിയാണ് ഇല്ലാതാകുന്നത്. വലിയ കൊട്ടാര സമുച്ചയങ്ങളുള്ള വീടോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വാഹനങ്ങളോ അല്ല നമുക്ക് സമാധാനം പകർന്നു തരുന്നത്. രാത്രി വേദനകളൊന്നുമില്ലാതെ സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞാൽ, മക്കളുടെ പുഞ്ചിരിയും പൊട്ടിച്ചിരിയും സന്തോഷങ്ങളുമൊക്കെ കണ്ട് ഉറങ്ങാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ വലിയ ഒരു ആഹ്ലാദമാണ്. വേദനകളില്ലാതെ ഭക്ഷണം തൊണ്ടയിൽ നിന്ന് തടസ്സങ്ങളില്ലാതെ താഴേക്ക് ഇറക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ഈ ഒരു നന്ദിയും ഈ ഒരു കൃതജ്ഞതയും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനക്കരുത്തും ആത്മവിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ എമ്പാടുമുണ്ടാകും. ആ ആത്മവിശ്വാസത്തോടുകൂടി ജീവിത പ്രതിസന്ധികളെ അഥവാ ജീവിതത്തിൽ മുൻപോട്ട് വരുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതുപോലെ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളിലും മതിമറന്നു പോകാതെയും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിരാശയും ഡിപ്രഷനും ബാധിച്ച് ആത്മഹൂതികളെക്കുറിച്ച് ചിന്തിക്കാതെ വിശ്വാസത്തോടുകൂടി ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. പ്രത്യേകം ഉണർത്തുന്നത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ലൈക്ക് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.